നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചിന്തയെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അത് എനിക്ക് എങ്ങനെ സാധിക്കും? അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാമത്, ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നതിന് കാരണം ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. ഞാൻ ആരാകണം, ഞാൻ എന്താകണം എന്നുള്ള കൃത്യമായ തെളിച്ചമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ലക്ഷ്യബോധമുണ്ട് എങ്കിൽ, ഞാൻ ആരാണ്, എന്താണ്, ഞാൻ ആരാകണം, എന്താകണം എന്നുള്ള ലക്ഷ്യബോധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ലക്ഷ്യബോധമില്ല എങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്ന കാരണമെന്ന് പറയുന്നത്, ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത. എനിക്ക് എല്ലാം അറിയാം, എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒഴിഞ്ഞ കുടം മാത്രമേ നിറയ്ക്കാൻ സാധ്യമുള്ളൂ, നിറഞ്ഞ കുടം ഒരിക്കലും നിറയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ലോകത്തിലെ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും തന്നെയില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പരിപൂർണനായിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരിപൂർണരല്ല. എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ആൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കും. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നിറയെ പേർ തയ്യാറാകാറില്ല. അത് ജീവിത പരാജയത്തിന് കാരണമാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത. ഞാൻ ഏറ്റവും ഉയർന്ന ആളാണ്, എല്ലാവരും എന്നെ മാനിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ നോക്കണം എന്നുള്ള ചിന്ത. അങ്ങനെയുള്ള ആൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത തുലോം കുറവ് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അടുത്ത സാധ്യതകളെ, പുതിയ സാധ്യതകളെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, പുതിയ അറിവുകളെ അവരെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പുതിയ അറിവുകൾ ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലാതിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന കുഴപ്പമെന്ന് പറയുന്നത്, മറ്റുള്ളവർ തകരണം എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വളരണം, നന്നാകണം എന്നുള്ള ചിന്ത അത്യാവശ്യമാണ്. പക്ഷേ മറ്റുള്ളവർ തകരണം, മറ്റുള്ളവർ തകർക്കണം എന്നുള്ള ചിന്ത കൂടുതലായി ഉള്ളിൽ വരുന്നെങ്കിൽ നമുക്ക് സ്വയമായി വളരാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് വളരണം എന്ന ചിന്തയല്ല, തകരണം, മറ്റുള്ളവർ തകർക്കണം എന്ന ചിന്തയാണ്. പക്ഷേ മറ്റുള്ളവർ തകർക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം തകരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. വേറൊരു കുഴപ്പമെന്ന് പറയുന്നത്, കോപവും വെറുപ്പും ഒരുപാട് കൂട്ടിവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരാം. പക്ഷേ നമ്മൾ ആൾക്കാരോട് ഇടപെടുമ്പോൾ ചില ആൾക്കാർ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ആ കോപവും വെറുപ്പും അത് അപ്പോൾ തന്നെ വിട്ടുകളയണം. വേദപുസ്തകം പറയുന്നത് വൈകുന്നേരം വരെ കോപം, വെറുപ്പ് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു തീക്കട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ പൊള്ളുകയുള്ളൂ, അടുത്തയാളിന് പൊള്ളുകയില്ല. അതുപോലെയാണ് കോപവും വെറുപ്പും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോപവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമായിരിക്കും തകരുക, വിജയിക്കാനുള്ള സാധ്യതകളും മങ്ങിപ്പോകും. അതിനേക്കാൾ കുറച്ചുകൂടെ മാരകമായ കാര്യം, ചില ആൾക്കാർ പരസ്യമായിട്ട് കോപവും വെറുപ്പും പ്രകടിപ്പിക്കും. അത് ജീവിതത്തെ പാടെ തകർക്കുകയും അവരുടെ വിജയസാധ്യതകൾ, വളരാനുള്ള സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. വേറെ ചിലർക്കുള്ള കുഴപ്പമാണ്, അവരൊന്നും എഴുതി സൂക്ഷിക്കാൻ തയ്യാറല്ല. അവരവരുടെ ഓർമ്മയെ മാത്രം ആശ്രയിക്കും. പക്ഷേ ഓർമ്മയേക്കാൾ ശക്തമാണ് ഒരു കുറ്റി പെൻസിൽ. നമ്മൾ എഴുതി സൂക്ഷിക്കുമെങ്കിൽ പിന്നീട് പുതിയ പുതിയ കാര്യങ്ങളെ കൂടുതലായി എഴുതി മനസ്സിലാക്കി വീണ്ടും അതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഓർമ്മയുടെ ഒരു പ്രത്യേകത, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓർമ്മ പഴയ മേഖലകളിലേക്ക് അത് മാറ്റിക്കളയും, അല്ലെങ്കിൽ പഴയ ബ്യൂറോകളിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഒരു ശീലം നമ്മുടെ ഓർമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എഴുതി വയ്ക്കാത്തവർ ജീവിതത്തിൽ വളരാൻ സാധ്യത കുറവാണ്. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, വിചാരത്തേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കരുത്. വിചാരത്തേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുത്ത്, വികാരം ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വികാരമുണ്ടായിരിക്കും. പക്ഷേ വിചാരത്തിനേക്കാൾ ഉപരിയായി വികാരം ജീവിതത്തിന് നിയന്ത്രിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുകയില്ല. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.